എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായ ഒരു കാര്യം ചോദിക്കാനുണ്ട്. സത്യം തുറന്നു പറഞ്ഞാൽ പറ്റിയ അബദ്ധം തിരുത്താനുള്ള അവസരം ലഭിക്കും. അതല്ല ഇനിയും മറച്ചു വെക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ നിയമം നൽകുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ജ്യോതി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് ഞങ്ങൾ എന്തിനാ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? നോ. നിങ്ങൾ എന്താ കരുതിയത്? ജ്യോതി സത്യം പറയില്ലെന്നോ? അവൾ എന്നോട് യഥാർത്ഥ സത്യം തുറന്നു പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ജ്യോതി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ല. എന്നിട്ട് അവള് പോലീസിനോട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞതോ? എങ്കിൽ പിന്നെ ജ്യോതിക്ക് സത്യം പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പോലീസിനോട് പറഞ്ഞ മൊഴിയേക്കാൾ വേറെ വലിയ എന്ത് സത്യമുള്ളത്? നോ, സത്യം അതല്ല. എന്തായി കാണിക്കുന്നത്? നീയല്ലടാ എന്റെ ഏട്ടത്തെ കൊല്ലാൻ ശ്രമിച്ചത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവനെ മാത്രമല്ല എല്ലാത്തിനെയും ചേർത്ത് നിർത്തി കത്തിക്കും ഞാൻ. നിങ്ങളിൽ ഒരാളാ എന്റെ ഏട്ടത്തേക്ക് വിഷം കൊടുത്തത്. ആരാണ് ചെയ്തത്? ഞങ്ങളല്ല, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആരും ജ്യോതി ഒന്നും ചെയ്തിട്ടില്ല. ശിവ, ശിവ വേണ്ട. തൽക്കാലം ആരെയും ശിക്ഷിക്കണ്ട. അതിന് സമയമായിട്ടില്ല. സമയമാകുമ്പോ ഞാൻ തന്നെ ഇവരെ ശിക്ഷിക്കും. ഏട്ടാ, ഇവരെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്താൽ മതി. സത്യം മണി മണി പോലെ ഇവര് പറയും. ഇവരാരും ഇതുവരെ കുറ്റം ഏറ്റിട്ടില്ല. അതിനർത്ഥം ഇവരിതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നല്ല. ഏറ്റുവാങ്ങാനുള്ള ശിക്ഷയുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുന്നുവെന്ന. കുറ്റം തെളിയുന്നതുവരെ എല്ലാവരും സ്വതന്ത്രമായി നടന്നോട്ടെ. സംശയത്തിന്റെ നിഴലില്ല നിങ്ങൾ എല്ലാവരും. അത് മറക്കണ്ട. ഒന്ന് ഞാൻ പറയാം, സുപ്രിയ ഏട്ടത്തെ പോലെ തന്നെയാ എനിക്ക് ജ്യോതി ഏട്ടത്തി. സ്വന്തം കുടുംബത്തിലെ ഒരാളെ കൊന്നു തള്ളാനുള്ള മാനസികാവസ്ഥ ഉള്ളത് ഇതിലാർക്കാണെന്ന് എനിക്ക് അറിയണം. ആരാണിത് ചെയ്തതെന്ന് തെളിയുന്നത് വരെയുള്ളൂ നിങ്ങൾക്ക് ഈ വീട്ടിലെ ജീവിതം. ഇത് ചെയ്തത് ആരായാലും അവരുടെ ചോര കൊണ്ട് തന്നെ ഇതിന് കണക്ക് പറയേണ്ടി വരും. ഓർത്തോ? മറച്ചു വെക്കാൻ പറ്റുന്നത് കുറച്ചു കാലത്തേക്ക് മാത്രം. നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ കുറ്റവാളി. ഏട്ടൻ ഇതുവരെ ഏട്ടത്തി എന്താ മനസ്സിലാക്കാത്തത്? അതുപോലൊരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടാൻ ഏട്ടൻ ഇനി 7 ജന്മം ജനിക്കണം. ഏതോ മുജ്ജന്മത്തിൽ ഏട്ടൻ ചെയ്ത പുണ്യം ഈ ജന്മത്തിൽ ഏട്ടത്തി ഭാര്യയായിട്ട് വന്നത്. ആ നന്മയാ ഏട്ടൻ ഈ പടിയിറക്കി വിട്ടത്. അതുകൊണ്ട് ഏട്ടാ, ഞാൻ ഏട്ടന്റെ കാല് പിടിച്ചു പറയുക, ഏട്ടത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം.
ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ അമ്മ എന്താ ഏട്ടത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത്? അമ്മയ്ക്കറിയാം ഏട്ടന്റെ ഭാര്യയായി ഏട്ടത്തെ പോലെ മറ്റൊരാൾ ഈ ഭൂമിയിൽ ഇല്ലെന്ന്. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ ആരെയും ഭ്രാന്ത് പിടിപ്പിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ പോയാ ഈ വീടൊരു ഭ്രാന്താലയമായി മാറും. ഏട്ടാ, നോ, എനിക്കൊന്നും കേൾക്കണ്ട. ഈ സംസാരം ഇവിടെ നിർത്താം. മേലിൽ ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? എന്താ പതിവില്ലാതെ നൈറ്റിലെ എന്റെ മുറിയിലേക്ക് ഒരു വിസിറ്റിംഗ്? അമ്മ ഇപ്പൊ എന്റെ കൂടെ മുകളിലേക്ക് വന്നാ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച. വാട്ട് ബ്യൂട്ടിഫുൾ കാഴ്ച മൈ ബേട്ടി. അമ്മയുടെ ഗ്രേറ്റ് സൺ ദേ ഉറക്കമില്ലാതെ തെക്കോട്ടും വടക്കോട്ടും ബാൽക്കണിയിൽ ഇറങ്ങി നടക്കുന്നു. വെരി ഗുഡ്. അവൻ അങ്ങനെ തന്നെ വേണം. പോകാൻ നേരത്തെ അവൻ അവളോടൊരു സിംഗിൾ വേലോട് പറഞ്ഞില്ല ബേട്ടി. ഞാനത് മനസ്സിൽ വിചാരിച്ചു അവനത് പറയുന്നു. അവന്റെ വൈഫല്ലേ? ഒരു ഹസ്ബൻഡിന്റെ പവറോടെ അവളോട് പോകരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവള് പോവില്ലായിരുന്നു. അമ്മേ, ഇത് ജ്യോതി പോയതിന്റെ ടെൻഷൻ തന്നെ. ഒരു വർഷം കൂടെ കഴിഞ്ഞ ഭാര്യയല്ലേ, പെട്ടെന്നൊരു ദിവസം ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആർക്കാ സഹിക്കാൻ പറ്റുന്ന? DKക്ക് ജ്യോതിയുടെ സ്നേഹം ഇല്ലഞ്ഞിട്ടൊന്നും അല്ലമ്മേ. സുപ്രിയന്റിയെ മറക്കാൻ പറ്റാഞ്ഞിട്ടുള്ള സങ്കടം കൊണ്ടായിരിക്കും ജ്യോതിയെ സ്നേഹിക്കാത്തത്. അമ്മ വാ, എന്നിട്ടൊന്ന് ചോദിക്കും എന്തു പറ്റിയെന്ന്. നോ, ഐ നോ വെൽക്കം. വൈഫ് പോയതിന്റെ വേദന അവൻ അറിയണം. ഇവൻ ഇത്രയ്ക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജ്യോതിമോൾക്ക് എത്ര സങ്കടം ഉണ്ടായിരിക്കും. നേരം വെളുക്കും വരെ അവൻ ലെഫ്റ്റ് റൈറ്റ് നടക്കട്ടെ. എനിക്ക് അവന്റെ സങ്കടം കാണണ്ട. യു ഗോ ആൻഡ് സ്ലീപ്. അമ്മ ഓ വച്ചേ, പോയി കിടന്ന് ഉറങ്ങാം. ഹലോ ചിത്രേച്ചി, ഇവിടെ ഞാനൊരു കാഴ്ച കുറച്ച് നേരായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. അത് പറയാനാ വിളിച്ച. കുറച്ചു നേരമായിട്ട് ഇവിടെ ഒരാൾ ഉറക്കമില്ലാതെ മുറ്റത്തിങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്ക. ആണോ? ഇവിടെ DKയുടെ അവസ്ഥ അതന്നെയാ. DK ബാൽക്കണിയിൽ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, രണ്ടുപേരുടെ ഉള്ളില് പിരിയാൻ കഴിയാത്തത്ര സ്നേഹമുണ്ട്. പിന്നില്ലാതെ വരുവോ? ഒരു മുറിക്കുള്ളിൽ ഒരു കൊല്ലം ഒരുമിച്ച് ജീവിച്ചവരല്ലേ. ഒരു ദിവസം പെട്ടെന്ന് മുറിക്കുള്ളിൽ ആളില്ലാതെ വരുമ്പോ ഏട്ടനും അത് സഹിക്കാൻ പറ്റില്ല. കറക്റ്റ്. വഴക്കും ബഹളമൊക്കെ ആയിട്ട് ജീവിച്ചാലും ജ്യോതിക്ക് ഒരു ദിവസം പോലും DK വിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. DK ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയാത്തതിന്റെ ദേഷ്യത്തിലാ ജ്യോതി പലപ്പോഴും വഴക്കുണ്ടാക്കുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതങ്ങനെ പറയും. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും സുപ്രിയ എടുത്തിയല്ലേ? ആയിരുന്നു. പക്ഷേ അതിലിപ്പോ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. സത്യമാണോ ചിത്രേച്ചി? 100% അത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. സുപ്രിയന്റെ മറക്കാൻ DKക്ക് പറ്റില്ല എന്നുള്ളത് സത്യ. പക്ഷെ ജ്യോതിയെ DK ഒരിക്കലും വെറുത്തിട്ടില്ല. സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ അത് ഉള്ളിലുണ്ട്. അതിന്റെ നടപ്പാ ദേ ബാൽക്കണിയിൽ നടക്കുന്നത്. ലൈഫ് മുഴുവൻ വെളിയിട്ട് ജീവിച്ച ഒരു ഹസ്ബൻഡിനെ എനിക്കറിയാം. ജ്യോതിയുടെ അവനെ ലവ് ഒക്കെ ഉണ്ട്, പക്ഷേ കാണിക്കാൻ പറ്റുന്നില്ല. അത് സുപ്രിയോട് ചെയ്യുന്ന തെറ്റാണോ എന്ന് അവന്റെ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇനിയിപ്പോ ലവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവള് പോയില്ലേ? അമ്മ പോയി വിളിച്ച ജ്യോതി തിരിച്ചു വരും. അമ്മേ, ജ്യോതി ഈ വീട്ടിൽ വേണം. അമ്മ പോയി വിളിക്കണം. എന്നിട്ട് എന്തിനാ ലൈഫ് മുഴുവൻ അവളെ ഇവിടെ സങ്കടപ്പെടുത്താനോ? അതോ
ഇനി ആ പാവത്തിനെ വിഷം കൊടുത്ത് കൊല്ലാനോ? വേണ്ട, അവളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ആരാണ് അവൾക്ക് വിഷം കൊടുക്കാൻ നോക്കിയെന്ന് നമുക്ക് അറിയണ്ടമ്മ. നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ബാക്കി 4 പീപ്പിൾസിനെയും എനിക്ക് വിശ്വാസമില്ല. എന്നിട്ട് DK ചോദിച്ചപ്പോ അവരാരും ഏറ്റില്ലല്ലോ. വാട്ട് യു ടോക്കിംഗ് ബേബി? അവരതെങ്ങനെ ഏൽക്കും? DK അവരെ ഫ്രൈ ചെയ്ത് വെയിലത്ത് വെക്കില്ലേ? അമ്മ, ജ്യോതി തിരിച്ചു വരണം. അവളോട് ഈ ചതി ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതാരായാലും അവർക്കുള്ള ശിക്ഷ കിട്ടിയേ തീരൂ. അമ്മ പോയി വിളിക്കണം പ്ലീസ് അമ്മ. നോ, ഐ നോ കോൾ. അവന് വൈഫിനെ വേണമെന്ന് തോന്നുമ്പോ അവൻ തന്നെ പോയി വിളിക്കട്ടെ. എനിക്ക് അവളെ കാണണം തോന്നുമ്പോ ഞാൻ അങ്ങ് പോയി കണ്ടോളാം. അമ്മ, DKക്ക് മാത്രമല്ല ഉറക്കമില്ലാത്തത്. ജ്യോതി ഇതേ അവസ്ഥയില. ഞാൻ പ്രിയെ വിളിച്ചായിരുന്നു. ഉറക്കം വരാതെ ജ്യോതിയും DK പോലെ നടക്കുക. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് അമ്മ വിളിച്ച ജ്യോതി വരും. വരും, ഐ നോ, ബട്ട് ഐ നോ കോൾ. ഞാൻ അവളെ വിളിക്കില്ല. അമ്മ, ഓളെ അമ്മ എന്ത് പണിയെ കാണിച്ചേ? എന്നെ വിളിക്കാറുന്നില്ലേ അമ്മ? സാരമില്ല ബേട്ടി, ഞാൻ വന്നപ്പോ നേരം വെളുത്തില്ലായിരുന്നു. നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. കൊള്ളാം. അമ്മ അകത്തേക്ക് വാ. ബേട്ടി, അമ്മയ്ക്ക് ഇന്നലെ നൈറ്റിലേ ഒട്ടും സ്ലീപ്പിംഗ് വന്നില്ല. ദേ, എന്റെ 2 ഐസിലേ ആദ്യം ഞാൻ അമ്മയ്ക്ക് നല്ലൊരു ചായ ഇട്ട് വരാം. എന്റെ അമ്മ വാ. അതെ, എനിക്ക് നല്ല സ്വീറ്റ് ടീ വേണം. എടി, എനിക്ക് മധുരമുള്ള ടീ വേണോ? നിനക്കത് അറിഞ്ഞുകൂടെ എനിക്ക് മധുരമുള്ള ടീ വേണോന്ന്? Come on. Come on, come on. Come on, Betty. Come on. ഇത് DKയുടെ കൊടുക്കാം. DK, ഇത് അമ്മയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ.
ഞാൻ പോകുന്നു. എന്നെ ഇനി ആരും അന്വേഷിക്കണ്ട. ഈ അമ്മയുടെ ഒരു കാര്യം. ഡിക്ക്, അമ്മ എവിടെ പോയതായിരിക്കും? ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എങ്കിൽ പിന്നെ സംശയിക്കണ്ട. അമ്മ ആ ബേക്കറിക്കാരി ജ്യോതിയെ കാണാൻ തന്നെ പോയതായിരിക്കും. എന്നെ ഡിക്ക് എന്ന് വിളിക്ക്. എവിടെയാന്ന് അറിയാലോ? അറിയാനൊന്നുമില്ല, അവിടെ തന്നെ കാണും. സ്ഥിരം നാടകത്തിലെ സീനല്ലേ ഇത്. ചായ. ഇങ്ങനെയാണോ ചായ ഇടുന്നത്? മധുരമില്ല, കടുപ്പമില്ല. ഏത് നിമിഷവും കുശുമ്പും കുണ്ടായ്മ മാത്രം തലയിൽ കയറ്റി നടന്നാ പോരാ. ഇടയ്ക്ക് ഇതിലും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ആരാ ഈ ചായ ഇട്ടത്? താരയാ. ഇതുകൊണ്ട് അവളുടെ തല ഒഴിച്ചു കൊടുക്ക. കൊണ്ടുപോ. നിക്കേ. ഇനി ഇതുപോലെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ആരോടും ക്ഷമിക്കില്ല. ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ നടക്കണം. മനസ്സിലായോ? പറഞ്ഞ കേട്ടില്ലേ? കേട്ടു. പൊയ്ക്കോ. ആരാണ് പോയിഷൻ തന്നതെന്ന് അവര് തെളിയിച്ചേനെ. അതിനു പകരം നീ അവരെ സേവ് ചെയ്തു. ഹൂ അറിയൂ? മദർ തെരേസയോ? വലിയ വിശുദ്ധ ചപയം നടക്കുന്നു. കൂൾ. എടി, അവളുമാരെയെല്ലാം പോലീസ് സ്റ്റേഷൻ കയറ്റി നല്ല ഇടിയിടിക്കാനുള്ള ചാൻസാ നീ കളഞ്ഞു കുടിച്ചത്. ഒരു കർണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുത്ത ആളാ ഈശോ. നീ ആരാ? ഈശോയുടെ അനിയത്തിയോ? നിന്നെയുണ്ടല്ലോ അടിച്ചില്ല. അമ്മ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ. ഞാനത് പറഞ്ഞ പിന്നെ അമരാവതിയിൽ ഉണ്ടാവുന്ന പുകിലെന്താണെന്ന് അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ? അമ്മ പറഞ്ഞ പോലെ പോലീസ് വരും, ചോദ്യം ചെയ്യും. ചിലപ്പോ പോലീസുകാർ പ്രതിയെ കണ്ടുപിടിക്കുകയും ചെയ്യും. അമ്മ പറഞ്ഞ പോലെ അവര് പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, ജയിലിലും കിടക്കേണ്ടി വരും. ചിലപ്പോ കൊല്ലങ്ങളോളം. അവരാരും അതൊന്നും താങ്ങത്തില്ലമ്മേ. സഹിക്കാൻ വയ്യാതെ അവര് ചിലപ്പോ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചൊന്നു വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ആർക്കാ നാണക്കേട്? ആ വീടിനും DKയ്ക്കും അല്ലേ? ഒരു ഭാര്യയുടെ കടമ എന്താ? ഭർത്താവിന്റെ അഭിമാനം രക്ഷിക്കാന്നല്ലേ? ഞാനും അതേ ചെയ്തോളൂ. അമരാവതി വീടിനു മേൽ ഒരു കളങ്കം ഉണ്ടാവാൻ പാടില്ല. ആ വീട്ടിൽ നിന്ന് ആരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത്. പത്രത്തിലും ചാനലിലും ഒന്നും മോശമായി DKയുടെ കുടുംബത്തെപ്പറ്റി ഒരു വാർത്തയും വരരുത്. എന്റെ ഭർത്താവിന്റെ അഭിമാനം എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കണം. ഒരു ഭാര്യയുടെ കടമ ഞാൻ ചെയ്തു. അതിൽ എനിക്കിപ്പോഴും ഒരു ദുഃഖവും ഇല്ല, നഷ്ടബോധവും ഇല്ല. ഞാനില്ലെങ്കിലും അമരാവതിയിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. മഴ പെയ്തു തീർന്നാലും മരം കുറച്ചു നേരം കൂടി പെയ്യും. കുറച്ചു കഴിയുമ്പോ അതങ്ങ് മാറിക്കോളും. ഇതും അത്രയുള്ളൂ. വായും പിടിച്ചേക്കാതെ താക്കോലും എടുക്ക. സാർ, ഞാൻ എടുത്തോളാം. തരാൻ. ശിവ, എന്താ? നീ ജ്യോതിയുടെ വീട്ടിൽ പോയി ഉടനെ തന്നെ അമ്മയെ തിരികെ വിളിച്ചോണ്ട് വരണം. അയ്യോ, എനിക്ക് പറ്റില്ല. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഏട്ടൻ തന്നെ പോയി വിളിച്ചാൽ മതി. ഞാനോ? അതെ, ഏട്ടൻ തന്നെ. ഏട്ടൻ പോയി വിളിച്ച അമ്മ വരും. പോയി വരുമ്പോ ഏട്ടത്തെ കൂടി വിളിച്ചോണ്ട് വന്നാ അത്രയും സന്തോഷം. ഇതെന്താ ഏട്ടൻ മുടി ജീവില്ലേ? കോട്ടൊക്കെ ചുളുങ്ങിയിരിക്കുന്നു. കോട്ടിന് ചുളിവൊന്നുമില്ലല്ലോ. അത് ഏട്ടന് മനസ്സിലാവില്ല. ഏട്ടത്തി ഇല്ലാത്തതിന്റെ ഇതെല്ലാം. ഏട്ടാ, ഭർത്താവിന്റെ സൗന്ദര്യം ഭാര്യ ശ്രദ്ധിക്കുന്ന പോലെ മറ്റാരും ശ്രദ്ധിക്കില്ല. ഈ മീശ പോലും DKയുടെ മീശ ഇങ്ങനെ ഇരിക്കണം. ഇല്ലെങ്കിലേ
ആറ്റിറ്റ്യൂഡ് പോവും. ഇതൊക്കെ നോക്കാൻ ഭാര്യയ്ക്കേ പറ്റൂ. ആ, ഒരു കാര്യം ചെയ്യും, ഏട്ടൻ പോയി അമ്മയും ഏട്ടത്തെ ഒരുമിച്ച് വിളിച്ചിട്ടുണ്ടോ? ആ, ഏട്ടത്തിയോടുള്ള സ്നേഹം മുഴുവൻ ഈ മുഖത്തുണ്ട്. അഹങ്കാരം പറയുന്നോ? പിന്നെ തിരിച്ചു വരുമ്പോഴേ ആ വക്കീലിനോട് ഡിവോഴ്സ് പെറ്റീഷൻ കൂടി ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. ആഹാ, വന്നല്ലോ താറാവിൻ കൂട്ടം. ചിത്രേ, ഇവരുടെ കൂടെ കൂടിയാ നിന്റെ കാര്യവും പോക്ക. ആ പിന്നെ ഏട്ടത്തി ഇവിടുന്ന് പോയെന്ന് കരുതി ആരും അങ്ങോട്ട് സന്തോഷിക്കണ്ട. ചിലപ്പോ ഈ പോയ പോക്കിന് DK അമ്മയെ മാത്രമല്ല ഏട്ടത്തിയെ കൂടെ തിരികെ വിളിച്ചോണ്ട് വന്നെന്നിരിക്കും. ആ, എന്റെ ഈശ്വരാ, അങ്ങനെ തന്നെ സംഭവിക്കണേ. ഞാൻ വീണു പോവും. മറ്റെന്തും സഹിക്കാം, പക്ഷെ ഭർത്താവിന്റെ കുറ്റപ്പെടുത്തല് സഹിക്കാൻ വയ്യ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാനിനി അമരാവതിയിലേക്കില്ല. മോളെ, ആണുങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിലും പാവങ്ങളാ. നീ അവനോട് ഉള്ളിൽ വൈരാഗ്യം ഒന്നും സൂക്ഷിക്കരുത്. ഐ ആം ഷുവർ വൺ ഡേ ഹി കോൾ യു. മനസ്സിലായില്ലേ? Poor girl. ഒരു ദിവസം 100 times സോറി പറഞ്ഞ് അവൻ നിന്നെ വന്ന് വിളിച്ചിരിക്കും. ദേ, അന്ന് നീ വരാതിരിക്കരുത്. ആ വീടും ഈ അമ്മയും നിനക്ക് വേണ്ടി എവിടെ കാത്തിരിക്കും. നീ വരണം. I love you, Betty. I love you. Betty, ഇനി അവൻ വന്ന് വിളിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചത് കണ്ടാലെങ്കിലും നീ വരണേ. അതെ ഹിറ്റ്ലറെ, കുറച്ചു ദിവസം കൊണ്ട് ഞാനിവിടെ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഓഫീസിൽ ഒരു തിരി കത്തിക്കണം. അതിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഫയല് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനി നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. വേറൊരു കാര്യം, കിച്ചണിൽ സ്റ്റാഫിനെ ഞാനൊരു വർക്കിംഗ് പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും മാറ്റിമറിച്ചേക്കരുത്. പിന്നെ സാമ്പത്തിക സഹായത്തിനു വേണ്ടി നിങ്ങൾക്ക് വന്ന അപേക്ഷകൾ പരിശോധിച്ച് ഒരു 4 പേർക്ക് സാമ്പത്തിക സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് മാനേജറുടെ കയ്യിലുണ്ട്. ആ പിന്നെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സ്റ്റാഫിനോട് ദേഷ്യപ്പെടരുത്, സൗഹൃദത്തോടെ പെരുമാറണം. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഭംഗിയായിട്ട് നോക്കിക്കോണം. അപ്പൊ ശരി കുശിനിക്കാരാ.
അമ്മേ, വിഷം നൽകിയത് ആരാണെന്ന് ജ്യോതിക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അവൾക്കാരെങ്കിലും സംശയമുണ്ടോ? അമ്മ എന്താ ചിരിച്ചത്? അമ്മ അവളോട് ചോദിച്ചില്ലേ? അമ്മ, സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചത്. അതിന് ഉത്തരവാദികളായവര് അത് ഇതുവരെ ഏറ്റിട്ടില്ല. ജ്യോതിക്ക് തോന്നുന്ന സംശയം ജ്യോതി പറഞ്ഞേ പറ്റൂ. നോ ബേട്ടി, അവൾക്കത് അറിയാമെങ്കിലും അവളത് പറയില്ല. അവൾ അത്രയ്ക്കും ഗ്രേറ്റാ. യു നോ, അവൾ എന്തെങ്കിലും പോലീസിനോട് ഡൗട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പലരും ലോക്കപ്പിൽ ഹാപ്പിയായിട്ട് കിടന്നേനെ. അവളുടെ ബെഞ്ചിലിരിക്കാൻ നീയൊക്കെ ഒരുപാട് ക്ലാസ്സസ് സ്റ്റഡി ചെയ്യണം. 7 ജന്മങ്ങൾ ജനിക്കണം. മനസ്സിലായോ? അവളുമാരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നടക്കുന്നു. അമ്മ, ഞാനിത് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്യോ? എന്തായാലും ചിത്ര ചെയ്യത്തില്ല, അത് ഷുവറാ. പക്ഷെ നിങ്ങളുടെ രണ്ടിന്റെയും കാര്യത്തിൽ അയാൾ നോട്ട് ഉറപ്പ്. നീയൊക്കെ എന്ത് ചെയ്യും? പോയല്ലോ. അവളെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടിയില്ല നിങ്ങൾക്ക്. പക്ഷേ തീർന്നത് അവളെ കൊണ്ടുള്ള ശല്യം മാത്രമല്ല, എന്റെ സണ്ണിന്റെ ലൈഫും കൂടിയാ. ഇനി അവന്റെ ലൈഫിൽ സംഭവിക്കുന്നതിനെല്ലാം നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദികൾ. അമ്മേ, ജ്യോതിയെ ഞാൻ ശത്രുവായിട്ട് തന്നെയാ കണ്ടത്. പക്ഷേ അവള് മരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ പോയിസൺ അവരുടെ ഉള്ളിൽ എങ്ങനെ ചെന്നു? ആരെങ്കിലും കൊറിയർ ചെയ്ത് കൊടുത്തോ? എന്തായാലും ഈ വീട്ടിൽ ആരെങ്കിലും അത് ചെയ്യാതെ ഡു നോട്ട് ഹാപ്പൻ. അവളെപ്പോലൊരു പെണ്ണിനെ ഇനി എന്റെ മോന് ലൈഫിൽ കിട്ടില്ല. എന്റെ സണ്ണിന്റെ ലൈഫിലെ ലൈറ്റാ നീയെ കൂടി സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞത്. ലൈറ്റ് വരുന്നത് വരെയുള്ളൂ നൈറ്റ് ഡാർക്കായിരിക്കുന്നത്. പക്ഷെ സണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ഇല്ല. എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിന്റെ പിന്നിൽ ഏതവളാണെന്ന് മൈ ലിറ്റിൽ കണ്ണൻ എനിക്ക് കാണിച്ചു തരും. ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന്. എന്താ ഡോക്ടർ? ബ്ലഡ് സാമ്പിളിന്റെ ലാബ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ സംശയിച്ചത് ശരി തന്നെയാ. പോയിസൺ വെള്ളത്തിൽ കലർന്നാണ് ഒളിച്ചെന്നിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. ആ കുട്ടി പറയുന്നത് ശരിയാ. എന്തായാലും സൂയിസൈഡ് അറ്റംപ്റ്റ് തന്നെ ആകാനാണ് സാധ്യത. ശരി, ഓക്കെ. നിന്റെ ആക്ടിങ് സൂപ്പർ ആയിരുന്നു. ജ്യോതിയെ കൊല്ലം വിഷം കൊടുത്തിട്ട് നീ എല്ലാവരുടെ മുന്നിൽ നല്ല പിള്ളേ ചമയുന്നു. അമ്മ, ഞാനല്ല. ആണോ അല്ലേന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. വാടി ഇവിടെ. അമ്മ, ഞാൻ പറയുന്നത് കേക്കമ്മേ. നോ, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കേണ്ടവരൊക്കെ താഴെ നിൽപ്പുണ്ട്. വാടി ഇവിടെ. അമ്മ, ഞാനൊന്ന് പറയട്ടെ അമ്മ. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഇതോടെ തീർന്നു നിന്റെ ഇവിടുത്തെ ലൈഫ്. വാടി ഇവിടെ. വാടി ഇവിടെ. വന്നേ. ഞാനൊന്ന് പറയട്ടെ. ഞാനൊന്നും ചെയ്തിട്ടില്ല. വാടി ഇവിടെ. വന്നേ. അമ്മ, ഇങ്ങോട്ട് വന്നേ. പറയുന്നത് ഇങ്ങോട്ട് വാടി. അവിടെ നിൽക്ക്. ഞാനല്ല. എന്നെ ഒന്ന് വിശ്വസിക്കണം. ഞാനത് ചെയ്തിട്ടില്ല. നോ, നീ തന്നെ അത് ചെയ്തത്. അന്ന് ഡൈനിങ് ടേബിളിൽ ജ്യോതിക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുക്കുമ്പോ നിന്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പോയിസണിങ് മുഖ്യ സ്മൈലിംഗ് ആ നിന്റെതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ വീട്ടിലെല്ലാവർക്കും മാതൃകയാകേണ്ട ഒരാളായിരുന്നു നീ. ജ്യോതിയെ ഈ വീട്ടിലെ എന്റെ ഭാര്യയായിട്ട് കൊണ്ടുവരാൻ
ആദ്യം തീരുമാനിച്ചതും നീയും ദേവനും ചേർന്നിട്ടാ. ഒടുവിൽ അവൾ ഈ വീട്ടിൽ വന്നത് മുതൽ അവൾ നിങ്ങളുടെ ശത്രുവായി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറന്നു. സുപ്രിയയുടെ സ്ഥാനത്ത് ഞാൻ അവളെ അംഗീകരിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഈ വീട്ടിൽ വന്നത് മുതൽ ജ്യോതി ഈ വീട്ടിലെ അംഗമായിരുന്നു. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് കേൾക്ക്. ഞാൻ അവൾക്ക് ശത്രു തന്നെയായിരുന്നു. പക്ഷെ അവളെ കൊല്ലാൻ വിഷം കൊടുത്തത് ഞാനല്ല. നിർത്ത്. അവൾക്ക് വിഷം കൊടുത്തത് ആരാണെന്ന് തെളിയിക്കാതെ ഞാനിനി അമരാവതിയുടെ പടി ചവിട്ടില്ല. മായച്ചി, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിൽ നമുക്കൊരു മുറി എടുക്കാം. എന്നിട്ട് ഞങ്ങൾ DK കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു 2 ദിവസം, അത് കഴിഞ്ഞ് നമുക്ക് അമരാവതിയിലേക്ക് തിരിച്ചു വരാം. വേണ്ട, എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. നിന്നെ ഒന്നും വിശ്വസിക്കാനേ കൊള്ളില്ല. കൂടെ എന്നെ ചതിച്ചത് നിങ്ങളാണോന്ന് സംശയമുണ്ട്. മായച്ചി, ഞങ്ങളോ? നിങ്ങളെയും സംശയിച്ചേ പറ്റൂ. എല്ലാത്തിനും ഒപ്പം നിന്നിട്ട് പണി കിട്ടിയത് എനിക്കാ. പൊയ്ക്കോ, ഒരാളും എന്നെ തേടി വരണ്ട. മായച്ചി ഒന്ന് നിന്നേ. എവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവന്നാക്കാം. വേണ്ട. നീ എന്ത് വേണേ ചെയ്തോ, പക്ഷേ ഇതിനൊന്നും കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. നീ എന്ത് കാണാൻ നിക്കടി? അവര് കാണുവോ, സംസാരിക്കോ, ക്ഷമിക്കോ, മാപ്പ് കൊടുക്കോ, എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഇങ്ങോട്ട് വന്നേടി. ജ്യോതി, എനിക്ക് ആരുടെയും ദയ വേണ്ട, സഹതാപവും വേണ്ട. പക്ഷെ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. മായ, അമരാവതിയിൽ കയറി വന്ന ദിവസം മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ എല്ലാവരും എന്നെ ഒരുപാട് ദ്രോഹിച്ചപ്പോഴും, പലതവണ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോഴും ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. തിരിച്ചു ദ്രോഹിക്കുകയോ അതിന്റെ പേരിൽ അവിടെ ഒരു കലാപം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ തീരുമാനിച്ചിട്ടും നിങ്ങളിൽ ഒരാൾ എന്നെ ചതിച്ചു. എനിക്കതിലൊന്നും ഒരു പരാതിയില്ല. പക്ഷെ സങ്കടമുണ്ട്. ഇത്രയൊക്കെ നിങ്ങൾ എല്ലാം സ്നേഹിച്ചിട്ടും ഒരു കടുകുമണിയോളം പോലും അത് തിരിച്ചു കിട്ടിയില്ലല്ലോ. നോക്കുമ്പോ ഉള്ളിലൊരു നീറ്റല, അത്രേ ഉള്ളൂ. എന്ന് കരുതി നീയാണിത് ചെയ്തെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ജ്യോതി, നിന്നോടിത് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഒക്കെ പറയാം.